ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് റേഷൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ കാർഡും സഞ്ചിയും പൈസയും എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലൂ കാർഡാണ് കേട്ടോ, ഞങ്ങളുടെ ബ്ലൂ കാർഡാണ്. അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഷൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ റേഷൻ കടയിലേക്ക് പോകാൻ അധിക ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇത്തിരി ദൂരമേ ഉള്ളൂ റേഷൻ കടയിലേക്ക് പോകാൻ. എന്നാലും ഒരു 3/4 കിലോമീറ്റർ വരത്തില്ല, 1/2 കിലോമീറ്റർ അത്രയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ നടന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. പിന്നെ വെയിറ്റ് ഉണ്ടല്ലോ, തിരിച്ച് വരുമ്പോൾ വെയിറ്റ് തൂക്കി പിടിച്ചുകൊണ്ട് വരണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ കുഞ്ഞാൻ്റെ ഉണ്ട് കൂടെ കേട്ടോ, കുഞ്ഞാൻ്റെ പുറകെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ റേഷൻ കടയിലെത്തി. റേഷൻ കടയിൽ കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു, അത്യാവശ്യം തിരക്ക് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിരൽ പതിക്കാൻ നിന്ന്. ഇപ്പം നമ്മുടെ റേഷൻ കാർഡ് ഏത് ഷോപ്പിലെ ആണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും നിന്ന് ഏത് റേഷൻ കട ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റേഷൻ വാങ്ങാമല്ലോ, വിരൽ പതിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ വിരലൊക്കെ പതിച്ച് പൈസയൊക്കെ കൊടുത്ത്. അതിന് എൻ്റെ വിഷമം കണ്ടോ, അതിന് വേണ്ടി സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനത്ര വിഷമിച്ച് പോകുന്നത്. ഞാൻ ചോദിച്ച സാധനങ്ങളൊന്നും അവിടെ ഇല്ല. പച്ചരിയില്ല, പിന്നെന്താ ഗോതമ്പ് പൊടിയില്ല, വെള്ളേരിയില്ല, അങ്ങനെ തോനെ സാധനങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അതൊന്നും അവിടെ ഇല്ല. എന്നിട്ട് കുറച്ച് സാധനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളേരി കിട്ടി. ആ വെള്ളേരി ആ അണ്ണൻ തൂക്കുന്നത്. ഞാൻ ഇച്ചിരി തോനെ വെള്ളേരിയൊക്കെ ചോദിച്ചു, പക്ഷെ അതൊന്നും അവിടെ ഇല്ല. ഞാൻ ഈ മാസം ഇന്ന് ഇത്തിരി നേരത്തെയാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാധനങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞ്. എന്തായാലും കുറച്ച് വെള്ളേരി കിട്ടി. നമ്മൾ ഈ വെള്ളേരി പിന്നെ മില്ലിൽ കൊടുത്ത് ആട്ടാനൊക്കെ എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളേരി ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചരി കുറച്ചേ എനിക്ക് കിട്ടിയോളായിരുന്നു. പച്ചരി എല്ലാ പ്രാവശ്യവും നമുക്ക് തോനെ പച്ചരി ഉള്ളതാണ് കാർഡിന്, പക്ഷേ ഇപ്രാവശ്യം കുറവാണെന്ന് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വളരെ വിഷമത്തിലാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. കാര്യം എല്ലാ പ്രാവശ്യവും തോനെ എല്ലാ പ്രാവശ്യമൊന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് ഇതേ തന്നെയായിരുന്നു അവസ്ഥ. ഇത്രയും സാധനം പോലും കഴിഞ്ഞ പ്രാവശ്യം പോലും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കാർഡ് അങ്ങനെയുള്ളതല്ലേ, ബ്ലൂ കാർഡ് ആയതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല. അങ്ങനെ അതൊക്കെ മേടിച്ച് വലിയ വിഷമത്തിൽ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കുഞ്ഞാറ്റ പുറവേ ഇരിപ്പുണ്ട് കേട്ടോ. ചെറുതായിട്ട് കുഞ്ഞാറ്റയൊക്കെ കാണാം. കുഞ്ഞാറ്റയ്ക്ക് വീഡിയോക്കകത്ത് കാണിക്കുന്നതേ ദേഷ്യമാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം കുഞ്ഞാറ്റയെ കാണത്തില്ലെന്ന് വീഡിയോയിലൊന്നും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഉള്ളതാവട്ടെന്നും പറഞ്ഞ് ഉള്ളതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളും കൂടെ ഒന്ന് ആശ്വസിക്കുക. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചു എന്തൊക്കെ കിട്ടിയെന്ന്. ഞാൻ ഇത്രേ കിട്ടിയോളെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും തന്നെ നല്ല വിഷമമായി. കാര്യം നമുക്ക് എല്ലാ പ്രാവശ്യം ഇച്ചിരി സാധനങ്ങളൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ ഇപ്രാവശ്യം അതല്ലേ കിട്ടിയുള്ളൂ. അതാണ്ട് കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ വെള്ളേരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ വെള്ളേരി എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് പച്ചരി. അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ റേഷൻ കടയിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.